Penariginte makeup segmental ഓരോ ദിവസവും നമ്മൾ ഓരോ പുതിയ tips ആണ് ലക്ഷ്മി മേനന്റെ കയ്യിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. So today also she has come up with a different tip. So have a look at the makeup segment. Hello everyone. This is me Lekshmi here. Welcome back to yet another wonderful episode of Penariginte. ഇന്ന് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ലുക്കാണ്, എല്ലാവരും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്നൊരു ലുക്കാണ്, കാണാനും ഇഷ്ടമാണ്, ചെയ്ത് നോക്കണം താല്പര്യമുണ്ട്, പലപ്പോഴും പലരും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു ലുക്കാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ദ സ്മോക്കി ഐസ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കാണുന്ന വീട്ടിൽ കാണുന്ന എല്ലാവരുടെയും മുഖത്തൊരു ചിരിയും പുഞ്ചിരിയൊക്കെ വന്നു. യെസ്, യു ഗോയിങ് ടു ലേൺ ഹൗ ടു ഡു എ ക്ലാസിക് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ സ്മോക്കി ഐ. കാരണം ക്ലാസിക് സ്മോക്കി ഐസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ക്ലാസിക് കളേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആണ്. പിന്നെ നമുക്ക് പല രീതിയിലും പല കളേഴ്സ് ഇൻകോപ്പറേറ്റ് ചെയ്ത് സ്മോക്കി ഐസ് ചെയ്യാൻ പറ്റും. വളരെ ക്ലാസിക് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു ലുക്കാണ് ക്ലാസിക് സ്മോക്കി ഐ. എല്ലാവർക്കും ചേരും, ഒട്ടും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്തൊരു ലുക്കാണ്. എപ്പോഴും എല്ലാവർക്കും എപ്പോൾ എങ്ങനെ ഏത് ഔട്ട്ഫിറ്റിനും ചേരുന്ന ഒരു ലുക്കാണ് സ്മോക്കി ഐസ്. ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് എനി ഐ ഷേപ്പ് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഏതൊരു ഐ ഷേപ്പിനും ചേരുന്നൊരു ഒരു ലുക്കാണ് സ്മോക്കി ഐ. ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഇൻ വിച്ച് യു ടേക്ക്. പക്ഷേ സ്മോക്കി ഐസ് എല്ലാവർക്കും ചേരുന്നൊരു ലുക്കാണ്. വളരെ തെറ്റിദ്ധാരണ ഒരു കാര്യമുണ്ട്, സ്മോക്കി ഐസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് ചെറുതാവുന്ന അല്ല. ഇൻഫാക്ട് സ്മോക്കി ഐസ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് വലുതായിട്ടാണ് സാധാരണ തോന്നുന്നത്. കാരണം കളേഴ്സ് നന്നായിട്ട് ഡിസ്പേഴ്സ് ചെയ്യണം. അതിനാണ് ഈ സ്മോക്കി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മളൊരു പുക അല്ലെങ്കിൽ ഒരു സ്മോക്ക് കാണുമ്പോൾ എന്താണ് എഫക്റ്റ്? അതൊരു ഡാർക്ക് കളറിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞിങ്ങനെ ലൈറ്റായിട്ട് ഫെദർ ചെയ്യും. ആ ഫെദറിങ് എഫക്റ്റിനാണ് നമ്മൾ സ്മോക്കി ഐസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളൊരു ബ്ലാക്ക് ഇട്ട കൊണ്ടോ ഒരു ബ്രൗൺ ഇട്ട കൊണ്ടോ അത് സ്മോക്കി ഐസ് ആവില്ല. സ്മോക്കി ഐസ് ആവണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന കളേഴ്സ് തമ്മിൽ പോകുന്ന ആ ഒരു ഗ്രേഡിയൻസിനാണ് ശരിക്കും സ്മോക്കി ഐസ് എന്ന് പറയുന്നത്. ഫ്രം എ ഡാർക്ക് ടു എ ലൈറ്റ് ആ പോകുന്ന ആ ഒരു ട്രാൻസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്കി ഐസിൽ. അതിന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബ്ലെൻഡിങ് സ്കില്ലാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും ബ്രഷ് പിടിക്കാനും ബ്ലെൻഡ് ചെയ്യാനും ഒരു കഴിവ് വേണം. പിന്നെ സ്മോക്കി ഐസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഡിഫിക്കൽട്ട് അല്ല, ബ്ലെൻഡിങ് സ്കിൽ പെർഫെക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ റൈറ്റ് നൗ. സോ അതിന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ടേപ്പ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേപ്പ് യൂസ് ചെയ്യാം. കുറച്ച് ബാക്കിൽ കൈയിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് പശ കളഞ്ഞിരിക്കുന്ന ടേപ്പാണ് ഇത്. കണ്ണ് ഇപ്പോൾ എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡ് സ്ലൈറ്റ്ലി ഹുഡഡ് ഐസ് ആണ് എൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കണ്ണ് ഫോർ എക്സാമ്പിൾ കുറച്ച് വൈഡ് അപ്പാർട്ട് ഐസ് ഉള്ള ആൾക്കാർ, കണ്ണ് കുറച്ച് ഇവിടെ ഗ്യാപ്പുള്ള ആൾക്കാർ, കണ്ണ് കുറച്ച് ബാക്കിലോട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ടേപ്പ് ഒട്ടിക്കേണ്ട മെത്തേഡ് ചേരില്ല. കാരണം എന്താണ്? ടേപ്പ് യൂസ് ചെയ്യുന്നത് കണ്ണ് നല്ലൊരു ഇങ്ങനൊരു കാറ്റ് ഐ സ്മോക്കി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൗണ്ടഡ് സ്മോക്കി ആയല്ല, കാറ്റ് ഐ സ്മോക്കി ആയി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ടെങ്കിൽ കണ്ണ് അപ്പാർട്ടായിട്ടുള്ള ആൾക്കാർ, കുറച്ചിവിടെ ഗ്യാപ്പ് കൂടിയ ആൾക്കാർ കണ്ണ് തമ്മിൽ, അപ്പോൾ ആ ഗ്യാപ്പ് കൂടിയ ആൾക്കാർക്ക് കണ്ണ് ഇനിയും നീണ്ട പോലെ തോന്നും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് കണ്ണ് അപ്പാർട്ടായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ ടേപ്പ് ഒട്ടിക്കുകയാണ്. സോ ലാഷസിൻ്റെ താഴെ കൂടെ എടുത്ത് നമ്മളൊരു ആംഗിളിൽ ഈ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, രണ്ട് കണ്ണിലും അങ്ങനെ ഒട്ടിക്കണം. ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ. പശ ഒരുപാട് പശ വരരുത്, ആവശ്യത്തിന് പശയെ പാടുള്ളൂ. രണ്ട് കണ്ണിൻ്റെ അടിയിലും ടേപ്പ് ഒട്ടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു മിറർ എടുത്തിട്ട് എൻ്റെ കാജൽ പെൻസിൽ എടുക്കുകയാണ്. കാജൽ പെൻസിൽ നല്ല ബ്ലാക്ക് ആൻഡ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കാജൽ പെൻസിലാണ് എടുക്കുന്നത്. എന്നിട്ട് എൻ്റെ ക്രീസ് ലൈനെ കൂടെ ഞാൻ ഒന്നിങ്ങനെ ഡോട്ട് ചെയ്യാൻ പോവാണ്. എവിടെയാണ് എൻ്റെ ക്രീസ് ലൈൻ എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡോട്ട് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ക്രീസ് ലൈൻ വന്നിരിക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജെൽ ലൈനർ കൊണ്ട് യൂസ് ചെയ്യാം. ബ്ലാക്ക് ഐ ഷാഡോസ്, ക്രീം ഐ ഷാഡോസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. സോ എല്ലാവരും കയ്യിൽ കാജൽ പെൻസിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ബ്രൗൺ എടുക്കുകയാണ്. ഇനി കൈൻഡ് ഓഫ് ലൈറ്റർ ബ്രൗൺ എടുത്തിട്ട് ആൻഡ് ഐ എം ഗോയിങ് ടു ബ്ലെൻഡ് ദിസ് ഇൻ ദ ക്രീസ്. നന്നായിട്ട് അതങ്ങ് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ്.
സോ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ലിഡിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട്, കാരണം നമ്മൾ ആ കാജൽ അപ്ലൈ ചെയ്യുന്ന നല്ലൊരു ബേസാണ് ഈ ബ്ലാക്ക് വീഴാൻ വേണ്ടിയിട്ട്. സോ നല്ല ഡാർക്ക് കട്ടിക്ക് ഞാൻ ബ്ലാക്ക് പ്ലേസ് ചെയ്യണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രീസിലേക്ക് പോകരുത്. ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ ബ്ലാക്ക് പോകാൻ പാടുള്ളൂ. ആൻഡ് അഗെയിൻ ഐ എം ടേക്കിംഗ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്രൗൺ ആൻഡ് ട്രാൻസിഷൻസിന് വേണ്ടി ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഓറഞ്ച് കളർ ജസ്റ്റ് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഈ ബ്ലെൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്മോക്കി ഐസിൽ. ഈ ബ്ലെൻഡിങ് ആണ് നിങ്ങളുടെ സ്മോക്കി ഐ ആക്കുക. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലാക്കും അപ്ലൈ ചെയ്തു, ബ്രൗൺ അപ്ലൈ ചെയ്തു, നല്ല ഭംഗിയിൽ സ്മോക്ക് ചെയ്തു. ഇനി ഇത് ജസ്റ്റ് പതുക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പുള്ളി ചെയ്യാണ്. അത് നല്ല രീതിയിൽ കട്ട് വന്നു. ഈ കട്ട് വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഒരു ആംഗിൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേപ്പ് ഒട്ടിച്ചത്. ഈ സെയിം മെത്തേഡ് എടുത്തിട്ട് ഞാൻ മറ്റേ കണ്ണിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതേ വരുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ടേപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് നല്ലൊരു ആംഗിൾ കിട്ടി. ഞാനിപ്പോൾ കൺസീലർ വരെ അപ്ലൈ ചെയ്തു ആൻഡ് പൗഡർ വെച്ചിട്ട് കണ്ണിൻ്റെ അടി സെറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലതായിട്ട് കണ്ണിൻ്റെ അടിയിൽ സ്മോക്ക് ചെയ്യാൻ പോവാണ്. സോ കാജലെടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഇനി ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഒന്ന് വരയ്ക്കുക. നല്ല ഹെവി ആയിട്ട് തന്നെ വരയ്ക്കുക കണ്ണിൻ്റെ അടിയിൽ. ആൻഡ് ദെൻ ഒരു പെൻസിൽ ബ്രഷ്, ഒരു സ്മോൾ ടിപ്പുള്ള പെൻസിൽ ബ്രഷ് എടുക്കുക. കുറച്ച് ബ്രൗൺ എടുക്കുക. ടാപ്പ് ഓഫ് ദി എക്സസ്, നോട്ട് ടു മച്ച്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ കൂടെ നല്ല ബ്ലെൻഡ് ചെയ്ത് നല്ലതായിട്ട് സ്മോക്ക് ചെയ്യുക. എൻ്റെ ഐലൈനർ ഞാൻ വരച്ചു. എൻ്റെ ലാഷസിൻ്റെ അവിടെയും ടൈറ്റ് ലൈൻ ചെയ്തു എന്ന് പറയും. കണ്ണിൻ്റെ താഴത്തുള്ള ഈ വാട്ടർ ലൈനിലും ഞാൻ കാജൽ അപ്ലൈ ചെയ്തു. നല്ല കണ്ണ് നല്ല ഇൻറ്റൻസ് ആൻഡ് ഡ്രമാറ്റിക് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബ്ലാക്കിൽ നിന്ന് ബ്രൗണിലേക്ക് നല്ലതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്കി ഐസിൽ. അതുപോലെ തന്നെ ഞാൻ ചീക്സിൽ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രോൺസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടെ ബ്രോൺസർ അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ ചീക്സിൽ ഒന്ന് ബ്രോൺസർ അപ്ലൈ ചെയ്യുകയാണ്. കുറച്ച് ഹൈലൈറ്ററും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഗോൾഡൻ ആയിട്ടുണ്ടെങ്കിൽ ഗോൾഡ്, സിൽവർ ആണെങ്കിൽ സിൽവർ, വാട്ട് എവർ യു ലൈക്ക് യു കൻ അപ്ലൈ. ഇനി ഇതിന് പെയറായിട്ട് ഞാൻ ചെയ്യുന്നത് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ബിക്കോസ് ഐ ലവ് ന്യൂഡ് ലിപ്സ്റ്റിക്. സോ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഞാനൊരു ബ്രൗൺ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാണ്. ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തു. അതെടുത്തിട്ട് ലിപ്പൊന്ന് വരയ്ക്കാൻ പോവാണ്. സോ ലിപ്പ് ലൈനർ വരച്ചു. ഞാൻ ഇതുപോലെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് വെച്ച് ലിപ്പ് ഒന്ന് ഫില്ല് ചെയ്തു. ആൻഡ് ദെൻ ഐ അപ്ലൈഡ് ന്യൂഡ് ഗ്ലോസ് ആസ് വെൽ. ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ഈ ന്യൂഡ് ഗ്ലോസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. ആൻഡ് യു ക്യാൻ സീ ന്യൂഡ് ലിപ്സ് ആണെങ്കിലും ഒരു ഡിമെൻഷൻ ഉണ്ട്, ഒരു ഗ്ലോസി എഫക്റ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി പ്രിറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കണ്ണിൽ മസ്കാര ഇട്ട് ലാഷസ് വെക്കാൻ പോവാണ്. ആൻഡ് ലാഷസും കൂടെ വെച്ചിട്ട്, നിങ്ങൾക്ക് ലാഷസ് വെക്കുന്നതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാഷസ് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്കാര കേൾ ചെയ്ത് മസ്കാര ഇട്ടാൽ മാത്രം മതി. ഞാൻ ലാഷസൊക്കെ വെച്ചിട്ട് ഫുൾ റുട്ടീൻ മുടിയൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതേ വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ലാഷസ് വെച്ചു. എൻ്റെ റുട്ടീൻ മുഴുവൻ കഴിഞ്ഞു. മുടിയൊക്കെ അയച്ചിട്ടു. വളരെ സൾട്രിയും സൊഫിസ്റ്റിക്കേറ്റഡും ക്ലാസിക് ആയിട്ടൊരു ലുക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് നടിമാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് എ ബോളിവുഡിൽ റാണി മുഖർജിയൊക്കെ എപ്പോഴും ഇടുന്നൊരു ലുക്കാണ് സ്മോക്കി ഐസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലാസിക് ലുക്ക്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. പ്രാക്ടീസാണ് ഇതിന് ഏറ്റവും വലിയ കീ എലിമെൻറ്റ്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഡു ലെറ്റ് us know. ഞങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജസ് ഇടുക, ഞങ്ങളെ വിളിക്കുക. And I will come back to you next week with yet another beautiful and tutorial or tips and tricks and stuff where I can interact with you. So, അടുത്ത ആഴ്ച പെണ്ണഴകിൽ കാണുന്നവരെ, this is me Lakshmi signing off.
Bye bye.